സ്നേഹത്തിൽ ഭയമില്ല. കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്ന ഉറപ്പുള്ളവന്റെ അകത്ത് ഭയമില്ല. യേശു എന്നെ സ്നേഹിക്കുന്നു എന്ന ആ ബോധ്യം ലഭിച്ച സഹോദരി, നിന്റെ അകത്ത് ഭയത്തിനിടമില്ല. കാരണം ഭയത്തിന് ദണ്ഡനമുണ്ട്. ഭയം നിങ്ങളിൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്നു. ഭയം നിങ്ങളിൽ ഡിപ്രഷൻ ഉണ്ടാക്കുന്നു. ഭയം നിങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. ഭയം നിങ്ങളിൽ ആവശ്യമില്ലാത്ത ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നു. ഭയം നിങ്ങളിൽ പല ബുദ്ധിമുട്ടുകളും കൊണ്ടുവരുന്നു. ഭയം നിങ്ങളുടെ മനസ്സിനെയും വികാരങ്ങളെയും ദണ്ഡിപ്പിക്കുന്നു. പക്ഷേ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്ന ബോധ്യം, ഞാൻ സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള ബോധ്യം എൻ്റെ അകത്ത് ശത്രു കൊണ്ടുവരുന്ന സകല ഭയത്തെയും പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ ദൈവസ്നേഹത്തിൽ തികഞ്ഞവനല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഒറ്റ കാര്യം അകത്ത് കയറിയാൽ മതി. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്നത്. എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് എൻ്റെ സഹോദരവർഗങ്ങളുടെ ഇടയിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് അവൻ എന്നെ നീതീകരിച്ചത്. എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് എൻ്റെ പാപങ്ങളെ അവൻ്റെ പരിശുദ്ധ രക്തത്താൽ കഴുകിയത്. എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് അവന്റെ ഏറ്റവും വലിയ കൃപ എന്റെ മേൽ പകർന്നത്. തന്റെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയച്ചത്. അതുകൊണ്ട് എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ഒന്നിനെയും ഭയക്കുന്നില്ല. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പിതാവ് എന്നെ കരുതുവാൻ വിശ്വസ്തൻ. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എന്നെ മാനിക്കുവാൻ വിശ്വസ്തൻ. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ വിശ്വസ്തൻ. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കുവാൻ വിശ്വസ്തൻ. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് എൻ്റെ തലമുറകളെ കരുതുവാൻ വിശ്വസ്തൻ. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതത്തിന്റെ വഴികളെ തുറക്കുവാൻ വിശ്വസ്തൻ. അതുകൊണ്ട് ഈ സ്നേഹം, കർത്താവിന്റെ സ്നേഹം എൻ്റെ അകത്തുള്ളതിനാൽ ആ തികഞ്ഞ സ്നേഹം, യേശുവിന്റെ സ്നേഹം, കാൽവരി ക്രൂശിലെ സ്നേഹം, ജീവൻ നൽകിയ സ്നേഹം, രക്തം നൽകിയ സ്നേഹം, ജീവിതത്തെ നൽകിയ സ്നേഹം, തന്റെ ആത്മാവിനെ നൽകിയ സ്നേഹം, ആ നിത്യജീവനെ നൽകിയ സ്നേഹം നിങ്ങളുടെ അകത്ത് നിന്ന് എല്ലാ ഭയത്തെയും പുറത്താക്കി കളയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക.